+2 ടീച്ചർമാരുടെ ഈ വലിയ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ +2 A+ മാത്രമല്ല ഫുൾ ജീവിതവും തൊലഞ്ഞു പോകും. ഒന്ന്, ചില ഈഗോയോ അസൂയോ ഉള്ള ടീച്ചേഴ്സ് പറയുന്ന ഈ കള്ളം ഭയങ്കര ഡേഞ്ചറാണ്. ഞാനൊരു ദിവസം പരീക്ഷ കഴിഞ്ഞ് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഇന്നത്തെ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു, എക്സാം ഇന്നലെ ഞാൻ പഠിച്ചിട്ട് അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം വന്നു. അപ്പത്തേനും ടീച്ചറുടെ മുഖം അങ്ങ് മാറിയിട്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, അതിലും കൂടുതൽ ഞങ്ങളിവിടെ റിവിഷൻ ചെയ്ത് വന്നല്ലോ, പിന്നെ എക്സാമിൻ്റെ കാര്യം പറയാൻ വരുന്ന കുറ്റമെല്ലാം ടീച്ചർ പറയും. ടീച്ചർ അങ്ങനെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് 1-2 മാത്രം വന്നതല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. അതുമല്ല 90% ടീച്ചർമാരും നിങ്ങൾക്ക് വരാൻ പോകുന്ന കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു തരത്തില്ല, യൂട്യൂബിൽ പറഞ്ഞു തരുന്ന പോലെ. അവർ ചുമ്മാ ടോപ്പിക് മെയിൻ പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ടീച്ചർമാർ യൂട്യൂബ് ക്ലാസ്സിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ വലിയ കള്ളം വിശ്വസിച്ചാൽ നിങ്ങളുടെ A+ സ്വപ്നവും വിട്ടേക്ക്. ചില മനസ്സാക്ഷിയില്ലാത്ത ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞ് പിള്ളേരുടെ ജീവിതം തന്നെ നശിപ്പിക്കും. ഈ ക്ലാസ്സിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അലമ്പൻ മടിയൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, A+ കിട്ടുന്ന സ്റ്റുഡന്റിന് അത്ര ഹാർഡ് വർക്ക് ചെയ്താൽ ഒരിക്കലും കിട്ടാതെ പോകത്തില്ല. 3, ഈ ഹോംവർക്കിനെ പോലെ നശിച്ചൊരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ വികൃതി കാണിക്കുന്ന സ്റ്റുഡൻസിനെ ശിക്ഷയായിട്ട് ഈ പുള്ളി തുടങ്ങിയതാണിത്. ഇന്ന് വരെ അതുണ്ട്. ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യാതിരിക്കുക. കാരണം ക്ലാസ്സിൽ പോയി പഠിക്കുന്നുണ്ട്, യൂട്യൂബ് ക്ലാസ് നോക്കി പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ട്യൂഷൻ നോക്കി പഠിക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. എവിടെയെങ്കിലും നോക്കി കോപ്പി അടിച്ച് ഈ ഹോംവർക്ക് എഴുതുന്ന വലിയ ടൈം വേസ്റ്റ് ആണ്. ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. 4, ഈ നുണ മനസ്സിലായതാണ് കുറെ പോർഷൻസ് ലാസ്റ്റ് സമയത്ത് കൂട്ടിയിട്ട് പഠിച്ചിട്ടും എനിക്ക് A+ നേടാൻ സഹായിച്ചത്. ചില ടീച്ചർമാർ പറയും ഒരു ക്ലാസ് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം അറ്റൻഡ് ചെയ്താലേ A+ കിട്ടത്തുള്ളൂ. ലോകം നുണ. A+ കിട്ടാൻ ഞാൻ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ മിനിമം അറ്റൻഡൻസ് കാണുമല്ലോ ചില സ്കൂളുകളിൽ 75% പോലെ. അത് കീപ്പ് ചെയ്തിട്ട് ക്ലാസ്സിൽ അധികം പഠിപ്പിക്കാത്ത ദിവസങ്ങൾ, റിവിഷൻ നടക്കുന്ന ദിവസങ്ങൾ, പൊട്ട പ്രോഗ്രാമുകൾ നടക്കുന്ന ദിവസങ്ങൾ, ഇതിനെല്ലാം വീട്ടിൽ ഇരുന്ന് ഞാൻ എക്സാമിൻ്റെ ക്ലാസ് കണ്ട് പോർഷൻസ് മാക്സിമം തീർത്ത് വെച്ചു. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ നുണയാണിത്. എല്ലാ ടീച്ചർമാരും പറയും ഫുൾ A+ കിട്ടണമെങ്കിൽ വേറെ ഒരു പരിപാടിയും ചെയ്യാതെ 24 മണിക്കൂർ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ ഓവർ ബേൺ ഔട്ട് ആകാനോ മെന്റൽ ഹെൽത്ത് ഭയങ്കര മോശമാകാനോ +2 മൊത്തം ചീറ്റി പോകാനോ വരെ ചാൻസ് ഉണ്ട്. നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യണം. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. 6, ഈ നുണ വിശ്വസിച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ടീച്ചേഴ്സ് പറയും ഓപ്പോസിറ്റ് ജെൻഡറിനോട് മിണ്ടരുത്, വലിയ പരിപാടിക്കൊന്നും പോണ്ട. വലിയ അബദ്ധമാണ്. എല്ലാവരോടും ഫ്രണ്ട്ലി ആയി മിണ്ടാതെ സിഗ്മ കളിച്ച് നടന്നാൽ നിങ്ങൾ ലോൺലി ആയി ഡിപ്രഷൻ വരാനുള്ള ചാൻസും ഫാപ്പിംഗ് പോലുള്ള അഡിക്ഷൻ വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ മൈൻഡിനെയും ഗോൾസിനെയും ഡിസ്റ്റർബ് ചെയ്യാത്ത പോലെ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. 7, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എത്ര മോശമായാലും ഞാൻ ചെയ്ത പോലെ ചെയ്താൽ ഒറ്റ മാർക്ക് പോലും പോയില്ല. ടീച്ചർമാർ നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഏറ്റവും വലിയ നുണയാണിത്. എന്റെ മലയാളത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കുഞ്ഞു പിള്ളേരുടെ പോലെ, എന്നിട്ടും എനിക്ക് 200 കിട്ടി. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയില്ലെങ്കിലും വൃത്തികേടില്ലാതെ എഴുതി. എങ്ങനെ അക്ഷരം വലുതാക്കി, വേർഡ്സ് അകത്തി, സെന്റൻസ് വിടേണ്ടടുത്ത് വിട്ട്, പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ലാസ്റ്റ് സമയത്ത് പ്രാക്ടീസും കൂടി ചെയ്തു കുറച്ച് സമയം. പിന്നെ ഒബ്വിയസ്ലി ഇതിന്റെ കൂടെ എഴുതുന്ന കണ്ടന്റ് ഫോർമാറ്റ് സൂപ്പർ ആണെങ്കിൽ എന്തായാലും മാർക്ക് കിട്ടും. ഇനി ലാസ്റ്റ് മെയിൻ കാര്യം, ഇതെല്ലാം കൂടി എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഫുള്ള് ചീറ്റി പോകും. ഫുൾ A+ കിട്ടുന്നതിന് തടയുന്ന A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്ന് ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് സ്റ്റഡീസിലെ ഡൗട്ട് സോൾവിങ്, അക്കൗണ്ടബിലിറ്റി കോച്ച്, ഡയറക്റ്റ് കോൾസ് ഇതെല്ലാം തന്ന് ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞുതരാം. ഈ നമ്പർ വാട്സപ്പ് ചെയ്യേ. ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി.